ഇന്നത്തെ യാത്ര പറഞ്ഞാലേ നമ്മളെ കോഴിക്കോട് കേട്ടോ പോണേ. നമ്മൾ സാധനം വാങ്ങാൻ പോവാണ്. ഓസ്മാൻ്റെ പോക്കറ്റ് 3 എന്ന് പറഞ്ഞ ക്യാമറ ഉണ്ടല്ലോ, വ്ളോഗിങ് ക്യാമറ വാങ്ങാൻ വേണ്ടി പോവാണ്. നോക്കാൻ പോകട്ടെ എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ നമ്മൾ പിന്നെ മാവൂർ റോഡിലുണ്ട് സംഭവം. നമ്മൾ ജസ്റ്റ് ഒന്ന് ലുലു മാളിലൊന്ന് നോക്കുക, എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് പറയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ലുലു മാൾ കോഴിക്കോട് അവിടെ ഒന്ന് പോയി നോക്കാം. നമുക്ക് ആമസോണിലൊക്കെ ഉണ്ട് കേട്ടോ. ആമസോണിലൊക്കെ 70,000 രൂപയാണ് അതിൻ്റെ ക്രിയേറ്റർ കോമ്പോസിന് വരുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കോട് പറഞ്ഞാൽ 67 രൂപയാണ്. അപ്പോൾ ഇനി അവിടെ അപ്പുറത്തെവിടെങ്കിലും ചെറിയ റേറ്റ് കുറച്ച് കുറവ് കിട്ടുമോ എന്നുള്ള അറിയാം. അതുപോലെ തന്നെ ബജാജിൻ്റെ EMI സൗകര്യം ഉണ്ടോ എന്നുള്ളത് നോക്കി വേണം. നമ്മളൊന്ന് പോയി വരാം. അങ്ങനെ നമ്മൾ ഏകദേശം പിന്നെ ലുലു മാളിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ കുതിരോട്ടം വഴിയാണ് വന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ചൊന്ന് മുന്നോട്ട് പോയതിന് ശേഷം ഇവിടുന്ന് ഒടിച്ചങ്ങോട്ട് കയറ്റാൻ കഴിയും. ഡയറക്റ്റ് എൻട്രി ഇല്ല. ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടാണല്ലോ. നമുക്ക് കുറച്ച് മുന്നോട്ട് പോയിട്ട് വേണം നമുക്ക് അവിടുന്ന് യൂട്ടേൺ എടുത്തിട്ട് വരണം. എന്നിട്ട് വേണം അങ്ങോട്ട് കയറണമെങ്കിൽ. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി തിരക്ക് കഴിഞ്ഞ് നമ്മൾ യൂട്ടേൺ എടുത്ത് അപ്പോൾ ലുലു മാളിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അവിടെ അപാര പാർക്കിംഗ് ആട്ടോ. ലുലു മാളിന് ഒടുക്കത്തെ പാർക്കിംഗ് ആണ്. ഇവിടെ ഒരുപാട് പാർക്കിങ്ങിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനപ്പുറത്തേക്ക് വേറെ പാർക്കിങ്ങുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതാണ് ഇത് പിന്നെ ഇവിടെ പാർക്കിംഗ് റെഡി ആയതുകൊണ്ട് അത് തുറക്കാൻ തന്നെ കുറച്ച് ലേറ്റ് ആയതൊക്കെ, അല്ലെങ്കിൽ കുറച്ചും കൂടി മുന്നേ അത് ഓപ്പൺ ആവേണ്ടിയൊക്കെ ആയിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ നേരെ പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. നമ്മൾ നേരെ ലുലു കണക്റ്റിലേക്കാട്ടോ വന്നത്. അപ്പോൾ ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മളവിടെ അന്വേഷിച്ചപ്പോൾ സാധനം അവിടെ അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ നേരെ വേഗം ഇറങ്ങിട്ടോ. അല്ലെങ്കിൽ നമുക്ക് മാവൂർ റോഡിൽ ക്യാമറ പോയിന്റിലുണ്ട്. നമ്മൾ ലുലുമാന്ന് ഇറങ്ങിട്ടോ. അവിടെ സാധനമില്ല, അവിടെ ഗോപ്രോ മാത്രമേ ഉള്ളൂ. ഇതൊന്നും അവിടെ എത്തിയില്ല. നമ്മൾ മാവൂർ റോഡിലേക്കൊന്ന് പോയി നോക്കാം. RP മാളിൻ്റെ അടുത്താണ് സംഭവം ഉള്ളതെന്ന്. അങ്ങനെ നമ്മളിതാ ക്യാമറ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ ഈ RP മാളിൻ്റെ പാർക്കിങ്ങിലേക്ക് പോണ ആ റോഡിലാട്ടോ അതുള്ളത്. അതിൻ്റെ വലുതായിട്ടുള്ളത് ക്യാമറൻ്റെ എല്ലാ ആക്സസറീസും അതുപോലെ തന്നെ എല്ലാ ക്യാമറകളും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ നമ്മളെ GoPro Insta360 അതുപോലെ തന്നെ ഒരുപാട് ക്യാമറൻ്റെ ലൈറ്റുകൾ, ലെൻസുകൾ, ക്യാമറക്ക് എന്ത് വേണ്ട അതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളെ സാധനം നമ്മളെ കയ്യിലെത്തിക്കുന്നുണ്ട്. DJI Osmo Pocket 3 ക്രിയേറ്റർ കോംബോ ആട്ടോ നമ്മൾ വാങ്ങണത്. ഇതിന് ഇവരടുത്തുള്ള റേറ്റ് 67,500 ആമസോണിൽ വരുന്നത് 69,990 അതായത് ഏകദേശം 70,000 രൂപ തന്നെ വരും. അപ്പോൾ നമ്മൾ EMIയിലാണ് നമ്മൾ സാധനം എടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ EMI ബജാജ് EMI ഇതിന് സ്കീമില്ല. അതുകൊണ്ട് ഇവർ വേറെ എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പേയ്മെൻറ്റ് ആദ്യം ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമുക്ക് ബോക്സ് ഒന്ന് അയച്ചൊന്ന് അൺബോക്സ് ചെയ്ത് നമ്മൾ സാധനം ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അവരെന്നെ ചെയ്തു തരും കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കാണാം എന്തൊക്കെയാണ് അതിൽ സംഭവങ്ങൾ ഉള്ളതെന്നൊന്നും നമുക്ക് നോക്കാമല്ലോ. ഈ ബാഗിൻ്റെ ഉള്ളിലാട്ടോ നമ്മളെല്ലാം ക്യാമറയും അതിൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൽ തന്നെ കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിലുള്ളത് ഇപ്പോൾ ക്യാമറ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ എക്സ്ട്രാ ഒരു ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബൈക്ക് മേലെ ഹോൾഡ് ചെയ്യാനുള്ള നമുക്കൊരു സ്റ്റാൻഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രൈപോഡിൻ്റെ ചെറിയൊരു സ്റ്റാൻഡ് വരും. പിന്നെ നമുക്കതിൻ്റെ DJIൻ്റെ മൈക്ക് 2 വരുന്നുണ്ട്. നമുക്ക് എല്ലാം പ്രോസസ്സ് അവർ പെട്ടെന്ന് ചെയ്ത് തന്നു. നമ്മൾ ബില്ലടിച്ചു. നമ്മൾ 30,000 നമ്മൾ പേ ചെയ്ത് ബാക്കിയാണ് നമ്മൾ EMI ആയിട്ട് ചെയ്തത്. അപ്പോൾ മന്ത്ലി ഒരു 4,000 റേഞ്ച് നമുക്ക് മന്ത്ലി EMI വരും കേട്ടോ. ആ റേഞ്ചിലാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. അതിന് കൂടുതൽ ചെയ്യാൻ പറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ കോഴിക്കോട് ക്യാമറ പോയിൻ്റ് ആട്ടോ നമ്മൾ സാധനം എടുത്തിട്ടുള്ളത്. ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിയതാ കേട്ടോ. ഞങ്ങൾ വാങ്ങി വരും, ക്യാമറ വാങ്ങി വരും. അങ്ങനെ നമ്മൾ ക്യാമറയൊക്കെ വാങ്ങി ഞങ്ങൾ ജസ്റ്റ് ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്.